ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റിംഗ് കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വീടിൻ്റെ പുറത്തേക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത കണ്ടന്റുമായിട്ട് രേണു സുധി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ രേണു സുധിയുടെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പറയാറുണ്ട്, നിങ്ങൾ താല്പര്യമില്ലാത്തവർ വീഡിയോ കാണണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രേണു സുധിക്കും തൻ്റെ മക്കൾക്കും താമസിക്കാനായിട്ട് ദാനം കിട്ടിയൊരു വീടുണ്ടായിരുന്നു. അതായത് സുധിച്ചേട്ടൻ്റെ പേരിൽ രേണു സുധിക്കും മക്കൾക്കും ഈ സുധിച്ചേട്ടൻ്റെ അമ്മക്കും ഫാമിലിക്കൊക്കെ നല്ല രീതിക്ക് താമസിക്കാനായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീട് ഇപ്പം ചോരുന്നുണ്ട്. ദാനം കിട്ടിയ വീടാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ വീടുണ്ടാക്കി കൊടുത്ത ആൾക്കാരെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ രേണു പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് ഈ ഒരു വീട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു വ്യക്തിയും ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും. ഞങ്ങൾക്കിവിടെ അപ്പോൾ ഈ ഒരു വീടുണ്ടാക്കി കൊടുത്ത ആ ഒരു വ്യക്തി കൃത്യമായിട്ട് പറയുന്നുണ്ട്, 100 അല്ല 200 അല്ല 250% ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, ആ ഒരു വീട് ചോരുന്നില്ല. അത് അത്രയും ഉറപ്പോടുകൂടി വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു വീടാണെന്ന് ആ ഒരു വ്യക്തി കൃത്യമായിട്ട് പറയുന്നുണ്ട്. രേണു സുധി ആ ഒരു വീട് ചോരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് താമസം മാറാൻ പോവുകയാണ്, അതുപോലെ തന്നെ വാടകയ്ക്ക് വേറെ വീടെടുക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സജീവമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. പുള്ളിക്കാരന് എന്താണ് ഈ ഒരു കേസിൽ പറയാനുള്ളതെന്ന് നമുക്ക് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോ നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട്, രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്.
അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ, ഞങ്ങളിനി ഫണ്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട്. വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക, അവരെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ശീതളടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട്, നല്ലൊരു വീട് തന്നു, അതിന്റെ മെയിൻ്റെനൻസും ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും, അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത്, ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇനി എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല. ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതളടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല.
ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത്. ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറയണേ, ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുകുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ, നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരനാണ്, മാസംഘടനയുള്ള ആൾ. പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മളൊരു മിമിക്രിക്കാരന് വീഡിയോ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആരും മെസ്സേജ് അയക്കരുത്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു പുള്ളിക്കാരൻ അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുള്ളിയുടെ മനസ്സിലുള്ള സങ്കടം. അതായത് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് രേണു സുധിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന രേണു സുധിക്കും അവരുടെ മക്കൾക്കും വളരെ സുഖമായിട്ട് താമസിക്കാനായിട്ട് ആ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. രേണു ഒരു വീട്ടിലേക്ക് ഈ പറയുന്ന ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ആ ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ടെക്സ്ചർ അങ്ങനെയാണത്. ആ ഒരു വീട്ടിൽ അമിതമായിട്ട് കാറ്റും ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രേണുവിൻ്റെ താല്പര്യപ്രകാരം തന്നെയാണ് അത്തരത്തിലൊരു വീട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു വീട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തതിന് ശേഷം അവർ ആ ഒരു വീട്ടിൽ താമസിച്ചതിന് ശേഷവും ആ വീട്ടിലുണ്ടാവുന്ന ജസ്റ്റ് ഒരു ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ മോട്ടറോ അവിടെ ഉണ്ടാവുന്ന എന്തൊരു ചീത്താവുന്ന സാധനങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് അപ്പം തന്നെ ഈ പറയുന്ന വ്യക്തികളെ വിളിച്ചിട്ട് ഇവരെ കൊണ്ട് അതൊക്കെ ശരിയാക്കിക്കുന്ന രീതിയിലാണ് രേണു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ ലോക്കലായിട്ട് ഇപ്പോൾ ഒരു മോട്ടറൊക്കെ ചീത്തയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇലക്ട്രീഷ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ വിളിക്കുന്നതിന് പകരം ഈ വീടുണ്ടാക്കി ഇവരെ സഹായിച്ചവരെ തന്നെ വീണ്ടും 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 വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു രേണുവിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതും പോട്ടെ, ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇയാൾ ഈ പറയുന്ന ഒരു വ്യക്തി ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് രേണു സുധിയെ സഹായിക്കാൻ പറ്റാത്ത വ്യക്തികൾ ആ ഒരു വീട് പണിയുന്ന സമയത്ത് അവിടെ വന്നിട്ട് കുറേ ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത കുറേ പാവപ്പെട്ട പയ്യന്മാരൊക്കെ ഉണ്ട്. ഇയാൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. എന്നിട്ടും ഇതുപോലുള്ള ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവരെയൊക്കെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ ഇതിനെപ്പറ്റി പറയാ. ആ പുള്ളി അവസാനം പറയുന്നുണ്ട്, ഞാൻ ഇനി ഇങ്ങനത്തെ ഉള്ള പരിപാടി അവസാനിപ്പിച്ചു. എന്താണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതും ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്നതും സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന പരിപാടിക്കൊക്കെ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആ പരിപാടി ഞാനങ്ങ് അവസാനിപ്പിച്ചു എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു വീഡിയോ അവസാനിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇതിലൂടെ കുറേ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സഹായങ്ങളും കൂടിയാണ് ഈ പറയുന്ന രേണു സുധി ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ പറ്റി എന്താ പറയുക, സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അല്ലെങ്കിൽ അത്രയും നല്ലൊരു വീട് മക്കൾക്കും രേണുവിനൊക്കെ താമസിക്കാനായിട്ട് കിട്ടി. രേണുവിനോട് ആദ്യം പറഞ്ഞിരുന്നത് സുധിയുടെ ഫാമിലിക്ക് താമസിക്കാൻ കൊടുക്കുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ രേണുവിൻ്റെ ചേച്ചിയും രേണുവിൻ്റെ ഫാമിലിയാണ് ആ ഒരു വീട്ടിൽ ഫുള്ള് താമസിക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ആ വീട്ടിൽ ചെന്നിട്ട് അവൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും ഈ പറയുന്ന രേണു സുധി ആ ഒരു വീട് നോക്കുന്ന രീതി വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ ഒരു വീട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സുധിച്ചേട്ടന് കിട്ടിയിട്ടുള്ള അവാർഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ചാക്കിനകത്ത് കിട്ടി വളരെ മോശപ്പെട്ട ഒരു രീതിയിൽ കട്ടിലിൻ്റെ അടി കൊണ്ടിട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന രേണു സുധിയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. എന്താ പറയുക ഇതിനെയൊക്കെ പറ്റി. ഇപ്പം മറ്റുള്ളവർക്ക് കിട്ടേണ്ട സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ രേണു സുധി സോഷ്യൽ മീഡിയയിൽ തൻ്റെ ആ ഒരു ഫെയിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്